കനത്ത മഴ പെയ്യുകയാണ് പല സ്ഥലത്തും. കൊച്ചിയിലൊക്കെ പല സ്ഥലത്തും മഴ മാറി നിൽക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തയുള്ളപ്പോൾ തന്നെ മറ്റു ചില പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുകയാണ്. മഴ പണ്ട് കൊട എന്ന് മറുപടി പറയുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, മഴ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. 9 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. അതോടൊപ്പം കൊച്ചിയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ആദ്യം ഷെഫീദ് റാവുത്തറിലേക്ക്. ഗുഡ് മോർണിംഗ് ഷെഫീദ്. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. ഷെഫീദ് പറയൂ, തലസ്ഥാന നഗരി എങ്ങനെയാണ്? നഗരവാസികൾക്ക് ആശ്വാസകരമായ വാർത്തയുണ്ടോ അതോ ഇപ്പോഴും മഴ തുടരുകയാണോ? രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു എന്ന വാർത്തയുണ്ടോ തിരുവനന്തപുരം ജില്ലയുടെ ഏതെങ്കിലും പ്രദേശത്ത് നിന്ന്? തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി ഉണ്ടായ മഴ അത് ഇന്ന് പുലർച്ചെ വരെ തുടർന്നു. പക്ഷേ നഗരമേഖലയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശ്വാസമാണ്. കാരണം ഇന്നലേക്ക് മുൻപ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നഗരത്തിലടക്കം കാര്യമായ മഴ പെയ്യുകയും നഗരം വെള്ളക്കെട്ടിലേക്ക് പോകുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നും അതേപോലെ തന്നെ ഇന്നലെയും വലിയ തരത്തിലുള്ള ആശ്വാസമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അതേസമയം കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ കുറിച്ച് സംസാരിച്ചാൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 2 ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുള്ളത്. നാളെ 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുക തന്നെ ചെയ്യും. അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ കാര്യമായ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. സംസ്ഥാനത്ത് 18% അധികം വേനൽ മഴ ലഭിച്ചു എന്നുള്ളതാണ് ഔദ്യോഗികമായി ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്ക്. മാർച്ച് 1 മുതൽ മെയ് 23 വരെയുള്ള കണക്കാണിത്. ഇടുക്കി, കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിൽ നിലവിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുമുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോട്ടയം ജില്ലകളിൽ ഈ സീസണിൽ ലഭിക്കേണ്ട മുഴുവൻ മഴയേക്കാൾ കൂടുതൽ ലഭിച്ചു എന്നുള്ളതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തെ സംബന്ധിച്ച കാര്യമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. ഏതായാലും ഈ മഴ ഇന്നും നാളെയും കൂടി തുടരുകയുള്ളൂ എന്നുള്ള ഒരു പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. ഇനി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കൊച്ചിയിൽ പൊതുവെ കുറച്ച് മഴയ്ക്ക് ശമനമുണ്ടെന്ന ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ട്. എന്നാൽ കൊച്ചി നഗരം രക്ഷപ്പെട്ടോ എന്നറിയാൻ ശ്രീകാന്തിനോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. ശ്രീകാന്ത്, എറണാകുളം ജില്ലയുടെ പൊതുവെയുള്ള സ്ഥിതി എന്താണ്? കൊച്ചിയുടെ അവസ്ഥ എന്താണ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ രാത്രിയിലെ കാര്യം പറയുകയാണെങ്കിൽ വലിയ മഴയായിരുന്നു. അതായത് നിർത്താതെ തോരാതെ പെയ്യുന്ന മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ നഗരമേഖലയെന്നോ ഗ്രാമീണ മേഖലയെന്നോ വ്യത്യാസം യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാവിലെ മഴ ഒരല്പം മാറി നിൽക്കുകയാണ്. പക്ഷെ വിശ്വസിക്കേണ്ട, കാരണം ഇരുണ്ട് കൂടുന്നുമുണ്ട് ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഇടവിട്ട് ചെറിയ തോതിൽ മഴ പെയ്യുന്നു എന്നതൊഴിച്ചാൽ ആശ്വാസകരമാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാം, ജോലിക്ക് പോകാം, അങ്ങനെയുള്ളൊരു സൗകര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളക്കെട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട്. നേരത്തെ ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ നടപ്പാക്കിയതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്ന സ്ഥലത്തൊക്കെ തന്നെ ഈ വെള്ളം വലിയുന്നുണ്ട്, വെള്ളം നന്നായി ഇറങ്ങുന്നുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. ഇടപ്പള്ളിയിൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ പൊതുജനത്തിൽ സാറിന്റെ തന്നെ ഷോയിൽ നമ്മൾ കൊടുത്തിരുന്നതാണ് വലിയ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതിന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറെ അധികം വെള്ളം വലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കലൂർ ഭാഗത്താണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ചില മേഖലകളിലൊക്കെ തന്നെ റോഡിൽ വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട്. ആളുകൾക്ക്, കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നതൊഴിച്ചാൽ അതൊരു വലിയ പ്രശ്നമല്ല. വാഹനങ്ങളൊക്കെ പോകാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഈ മഴ ഇങ്ങനെ തന്നെ ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഈ വെള്ളം എല്ലാം തന്നെ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നലെ KMRLന്റെയും കോർപ്പറേഷന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ അടഞ്ഞുകിടന്ന ഓവുചാലുകളൊക്കെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഈ വേലിയേറ്റമൊക്കെ വരുമ്പോൾ കുറച്ച് നഗരത്തിലേക്ക് വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ഇപ്പോഴും വള്ളം ഇറക്കേണ്ട അതേ അവസ്ഥയിലാണ്. അകത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെയുണ്ട്. പക്ഷെ അത് വെള്ളം വലിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല അതൊരു താഴ്ന്ന പ്രദേശം കൂടിയാണ്. മറ്റിടങ്ങളിലൊക്കെ തന്നെ ആശ്വാസകരമായ വാർത്തയാണ്. മഴ ഒരല്പം മാറി നിൽക്കുന്നുണ്ട്. വിശ്വസിക്കേണ്ട, ഇരുണ്ടുകൂടി തന്നെ നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും പെയ്യാം.
ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ മുഹമ്മദ് അനീഷ് ഒരു കാര്യം ചോദിക്കുന്നു. ഉപ്പും മുളകും ഇന്നും തുടങ്ങും. ഞങ്ങൾ പ്രേക്ഷകർ കട്ട വെയിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ഈ ജൂൺ മാസം പകുതിയോടെ നമുക്കത് ആരംഭിക്കാൻ കഴിയും. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്നുള്ളൂ. തീർച്ചയായിട്ടും ഉപ്പും മുളകിൻ്റെ അടുത്ത സീസൺ നിങ്ങളെ തേടി വരും. ചില്ലറ മാറ്റങ്ങളോട് തന്നെയായിരിക്കും അത് വരുന്നത്. പോസിറ്റീവ്ലി SP പറയുന്നു, SK ആദ്യം പറഞ്ഞ ഈ ഛായാഗ്രാഹകരുടെ പേരുകൾ ഒന്ന് കാണാതെ പഠിച്ച് പറയാമോ എന്ന് ചോദിക്കുന്നത്. നമുക്ക് പരിചയമുള്ള ആൾക്കാരാണോ അവർ? അത് കൊള്ളാം. ഇതൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് തന്നെ നമ്മുടെ പാട്. നിങ്ങൾക്കറിയില്ല കേട്ടോ, ദൂരെ നിന്ന് കളി കാണുമ്പം വളരെ എളുപ്പമാണ്. ഇർവിൻ പറയുന്നു, ഗുഡ് മോർണിംഗ് SK. ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ അമ്മയുടെ ഫ്രാൻസിസ്ക ടീച്ചറിൻ്റെ 80ാം പിറന്നാളാണ് SK. ഒരു ഹായ് പറഞ്ഞാൽ, ഒരു വിഷസ് കൊടുത്താൽ അമ്മയ്ക്കൊരു സർപ്രൈസ് ആക്കും. ഹായ് അമ്മ, ദീർഘായുസായിരിക്കട്ടെ. വളരെ സന്തോഷത്തോടെ ഇരിക്കുക. ഇനി നമ്മൾ ഇടുക്കിയിൽ മഴയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. ഇടുക്കിയിൽ എങ്ങനെയാണ്, പറയൂ. SK, ഇന്നലെ വൈകിട്ട് മുതൽ ഇടുക്കിയിൽ പരക്കെ ശക്തമായ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ തൊടുപുഴയിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഹൈറേഞ്ചിൽ അങ്ങനെയല്ല സ്ഥിതി. രാജാക്കാട്, നെടുങ്കണ്ടം, ഉടുമ്പൻചോല, കട്ടപ്പന ഈ മേഖലയിലൊക്കെ ശക്തമായ മഴ അല്പസമയം മുമ്പ് പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശ്വാസകരമായ കാര്യം, മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ചില സ്ഥലങ്ങളിൽ റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണിരുന്നു. പക്ഷേ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അത് വീടിന്റെ സൈഡിൽ നിന്നൊക്കെ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്ന പോലെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിലവിൽ ഇടുക്കിയിലെ ഒരു ഡാമാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അത് മലങ്കര ഡാമാണ്. അതിന്റെ 4 ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതം ഉയർത്തി മൂവാറ്റുപുഴയാറിലേക്കും തൊടുപുഴയാറിലേക്കും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീരത്തുള്ളവർ, മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വലിയ അളവിലേക്ക് ജലനിരപ്പ് പുഴകളിൽ ഉയർന്നിട്ടില്ല. പക്ഷേ മഴ ഇനി പെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത പോലെ ഇടുക്കിയിൽ മഴ അത്ര കാര്യമായിട്ട് ഇതുവരെ അങ്ങ് പെയ്തിട്ടില്ല. മഴ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഒരു ആശ്വാസകരമായ രീതിയിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.